ബാലഭാസ്കറിന്റെ അച്ഛന്റെ നൊമ്പരപ്പെടുത്തുന്ന വാക്കുകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത്. പ്രേക്ഷകരെല്ലാവരും ആ വാർത്തകൾ തന്നെയാണ് കേൾക്കുന്നതും. ഒരച്ഛന്റെ നൊമ്പരം. ഇത്രയും നാളായും തന്റെ മകന്റെ മരണത്തെക്കുറിച്ച് ഒരു കാര്യം പോലും അറിയാൻ സാധിക്കാത്ത ഒരു അച്ഛന്റെ നൊമ്പരം. അങ്ങനെ മാത്രമാണ് ഇപ്പോൾ ബാലഭാസ്കറിന്റെ അച്ഛന്റെ വാക്കുകൾ എടുക്കാൻ കഴിയുന്നത്. പ്രേക്ഷകരെല്ലാവരും തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞിരുന്ന ഈ വാക്കുകൾ ഏറ്റെടുക്കുന്നു. മകൻ ബാലഭാസ്കറിനെ കൊന്നതാണ് എന്ന് തന്നെയാണ് അച്ഛൻ പറയുന്നത്. പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്നതും ഇതേ വാർത്ത തന്നെയാണ്. വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ മരണത്തിൽ സംശയങ്ങൾ തീരാതെ പിതാവ് ഉണ്ണി ഇപ്പോഴും വിറങ്ങലിച്ചു നിൽക്കുകയാണ്. പെരിന്തൽമണ്ണ സ്വർണ്ണ കവർച്ചാ കേസിൽ ബാലഭാസ്കറിന്റെ മുൻ ഡ്രൈവർ അർജുൻ അറസ്റ്റിലായ പശ്ചാത്തലത്തിലാണ് കുടുംബം വീണ്ടും സംശയങ്ങളുമായി രംഗത്ത് വരുന്നത്. മകൻ ബാലഭാസ്കറിനെ കൊലപ്പെടുത്തിയത് തന്നെയാണ് പിതാവ് ഉണ്ണി വെളിപ്പെടുത്തുന്നുണ്ട്. അർജുൻ മുൻപേ കുറ്റവാളിയാണെന്ന് അറിയാൻ കഴിഞ്ഞതായും സാധിച്ചതായും ഇവർ കൂട്ടിച്ചേർക്കുന്നു. ഇതെൻ്റെ സംശയങ്ങൾക്ക് കൂടുതൽ ആക്കം കൂട്ടുന്നു എന്നാണ് പറയുന്നത്. ഇത് സംശയങ്ങൾ ശക്തമാക്കുന്നു എന്ന് തന്നെ പറയാം. ഉണ്ണി പറഞ്ഞിരുന്നത് വാക്കുകൾ ഇതാണ്: CBI അന്വേഷണത്തിൽ തൃപ്തിയില്ല. CBI ഒന്നും തൊടാതെ റിപ്പോർട്ടാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. ബാലുവിൻ്റെ മരണത്തിന് പിന്നിലെ സ്വർണ്ണക്കടത്ത് തന്നെയാണ് എന്ന് വെളിപ്പെടുത്തുകയാണ് അച്ഛൻ. എൻ്റെ മകനാണ് എനിക്ക് നഷ്ടമായത്. മകനും മകൻ്റെ ഭാര്യയുമെല്ലാം ജീവനോടെ പൊന്നുപോലെ കൊണ്ടു നടന്നിരുന്ന അവരുടെ മകളും. എത്രമേൽ ദുഃഖത്തിലായിരിക്കും ഞങ്ങളുടെ കുടുംബം എന്ന് ആലോചിച്ച് നോക്കൂ. ഞങ്ങളുടെ മകനെയും ചെറുമകളെയും ഒരുപോലെയാണ് ഞങ്ങൾക്ക് നഷ്ടമായത്. ഞങ്ങളുടെ വീട്ടിലെ 2 പേരാണ് മരിച്ചുപോയത്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൻ്റെ എല്ലാമായിരുന്നവർ. ശബ്ദമുയർത്തി നിൽക്കാൻ പോലും സാധിക്കാത്ത രീതിയിലാണ് ഞങ്ങളുടെ കുടുംബം ഇന്ന് ജീവിക്കുന്നത്. എപ്പോൾ ഞങ്ങൾ ഒരിടത്ത് പോയാലും ഞങ്ങൾക്ക് ബാലുവിൻ്റെ ഓർമ്മയാണ്. എല്ലായിടത്തും അവൻ്റെ വാക്കുകൾ മാത്രമാണ്. പെരിന്തൽമണ്ണ കേസിൽ അർജുൻ അറസ്റ്റിലായതോടെ ബാലഭാസ്കറിന്റെ മരണം വീണ്ടും ചർച്ചകളിൽ നിറയുന്നു. ബാലഭാസ്കറിന്റെ ഇത് അപകടകരമല്ല എന്നാണ് ഇപ്പോൾ സ്വർണ്ണക്കടത്ത് സംഘങ്ങൾക്ക് നേരെ പങ്കുണ്ടായിരുന്നതായും നേർന്ന ഉയർന്ന കാര്യങ്ങളിൽ ഇപ്പോൾ പറയുന്നത്. സോഷ്യൽ മീഡിയ തന്നെയാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. അർജുൻ ബാലഭാസ്കറിന്റെ കൂടെ എത്തുന്നത് ഒരു ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയ്ക്ക് പോകുമ്പോഴായിരുന്നു. അവിടെ നിന്നാണ് പരിചയപ്പെട്ടതെന്നാണ് അച്ഛൻ പറയുന്നത്. ബാലഭാസ്കറിന്റെ അപകടമരണമല്ല എന്ന് സ്വർണ്ണക്കടത്ത് സംഘങ്ങൾക്ക് പങ്കുണ്ടെന്നുമുള്ള നേരത്തെ ആരോപണം തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ ഇതൊന്നും ആരും തന്നെ ശരിവച്ചില്ല എന്ന് പറയുന്നതാണ് സത്യം. അപകടമരണത്തിൽ തന്നെ ദുരൂഹതയുണ്ടെന്ന ആരോപണം ഉയർന്നതായി തന്നെ ആദ്യം ക്രൈംബ്രാഞ്ചുമായി രംഗത്തുവന്ന് പറഞ്ഞിരുന്നു. 2018 സെപ്റ്റംബർ 25-നാണ് ബാലഭാസ്കറും കുടുംബവും സഞ്ചരിച്ച കാറ് ദേശീയപാതയിൽ തിരുവനന്തപുരം പള്ളിപ്പുറത്ത് വെച്ച് മരത്തിലിടിച്ച് അപകടമുണ്ടായത്. ബാലഭാസ്കർ, ഭാര്യ ലക്ഷ്മി, മകൾ തേജസ്വിനി ബാല, ഡ്രൈവർ അർജുൻ എന്നിവരാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത്. 2 വയസ്സുകാരിയായ തേജസ്വിനി ബാല സംഭവത്ത് വെച്ച് തന്നെ മരിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ബാലഭാസ്കർ ഒക്ടോബർ 2-ാം തീയതി മരണത്തിന് കീഴടങ്ങി. കേസിൽ അർജുൻ ഉൾപ്പെടെ നുണപരിശോധനയ്ക്ക് വിധേയരാക്കിയിട്ടുണ്ടായിരുന്നു. എന്നാൽ വാഹനം ഓടിച്ചിരുന്നത് ആരാണെന്ന് സംബന്ധിച്ച് തുടക്കം മുതൽ തന്നെ സംശയങ്ങളുണ്ടായിരുന്നു. വാഹനം ഓടിച്ചത് ബാലഭാസ്കർ ആണെന്നായിരുന്നു അർജുന്റെ മൊഴി. എന്നാൽ അർജുനാണ് വാഹനം ഓടിച്ചതെന്നാണ് ബാലഭാസ്കറിന്റെ ഭാര്യയും നേരത്തെ മൊഴി നൽകിയിരുന്നത്. ഇതെല്ലാം തന്നെ സംശയങ്ങൾക്കിടയായിരുന്നു എന്നാണ് പറയാൻ. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തൂ.